ആ പുഴയെ കീറിമുറിച്ച ആ ദുരന്തത്തിന്റെ ബാക്കി ശേഷിപ്പുകളാണ് ഇപ്പോൾ കാണുന്നത്. ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരൽ മലയും മുണ്ടക്കൈയൊക്കെ തന്നെ വേർപെടുത്തിക്കൊണ്ട് പോയ ആ മലവെള്ളപ്പാച്ചിൽ. ആ മലവെള്ളപ്പാച്ചിലിന് മുൻപ് ഇവിടെ മനോഹരമായ ഒരു ഭൂമിയായിരുന്നു, നല്ല പ്രകൃതി രമണീയമായ ഒരു ഭൂമി. മുൻപ് എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് ഇന്നിപ്പോൾ അത് കാണുമ്പോൾ ആ സ്ഥലമാണോ എന്ന് ഒരുപാട് സംശയിക്കേണ്ടി വരും. കാരണം അത്രമേൽ ഈ പ്രകൃതിയുടെ രൂപം മാറ്റിക്കഴിഞ്ഞു ഈ ദുരന്തം. താൽക്കാലിക പാലത്തിലൂടെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്ന ആ പാലം പിന്നീട് മുങ്ങുകയും ചെയ്തിരുന്നു. സൈന്യം കഴിഞ്ഞ ദിവസം നിർമ്മിച്ച ഈ താൽക്കാലിക പാലത്തിലൂടെയാണ് രക്ഷാപ്രവർത്തനം കൂടുതലായി നടന്നത്. ഇന്നിപ്പോൾ ആ താൽക്കാലിക പാലം മുങ്ങുന്നു. ഇപ്പോൾ സൈനികരുടെ നേതൃത്വത്തിൽ താൽക്കാലികമായ ഒരു ബെയിലി പാലം, നല്ല വീതിയുള്ള ഉറപ്പുള്ള പാലം, ഇത്തരം ദുരന്ത മുഖങ്ങളിൽ സൈന്യം നിർമ്മിക്കുന്ന പാലമാണ്. ആ പാലം നിർമ്മിക്കാനുള്ള നടപടികളിലേക്ക് അത് തുടങ്ങിക്കഴിഞ്ഞു. ഇനി അത് പൂർത്തിയാകുമ്പോൾ കൂടുതൽ വളരെ എളുപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം അത് പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നു. അതോടുകൂടി കൂടുതൽ വാഹനങ്ങൾക്കൊക്കെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കൊക്കെ ഈ ഏരിയയിലേക്ക് കൂടുതൽ കടക്കാൻ കഴിയും. കൂടുതൽ ആളുകൾക്ക് സ്വൈര്യമായി തന്നെ സഞ്ചരിക്കാനും കഴിയുന്ന ഒരു പാത രൂപപ്പെടും എന്നുള്ളത് ഒരു കൂടുതൽ ആശ്വാസം നൽകുന്നതാണ്. ചൂരൽമലയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മഴ ദുഷ്കരമാകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തെ. ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ മഴയെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എത്ര ദുഷ്കരമായിട്ടുള്ള പ്രകൃതി കനിഞ്ഞില്ല എങ്കിലും ആ അവസ്ഥയിലാണെങ്കിലും രക്ഷാപ്രവർത്തനവും തിരച്ചിലുമായി മുന്നോട്ട് തന്നെ പോകാനാണ് സേനാ വിഭാഗങ്ങളുടെ തീരുമാനവും.